ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കടയിലെ ആൾ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ പോയിട്ട് സെർവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ശ്രുതിയും പ്രീതിയും അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ആ കടക്കാരൻ പറയുന്നുണ്ട്, ഞാനത് ഏറ്റുപോയതാണ്, നിങ്ങൾ തന്നെ സെർവ് ചെയ്യണം എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പിന്നെ അമ്മായിയുടെ വളയൊക്കെ എടുത്തിട്ട് പണയം വെച്ചിട്ടല്ലേ ഈ ഒരു പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു കച്ചവടം തന്നെ അവർ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം പ്രീതി പറയുന്നുണ്ട്, നീ എന്തുദ്ദേശിച്ചാ ശ്രുതി, നമ്മൾ ആ അശ്വിൻ സാരമിൻ്റെ വീട്ടിൽ പോകണമെന്നാണോ നീ പറയണതെന്ന് പറയുമ്പോൾ, പോവാൻ ചേച്ചി, നമ്മൾ അത്രമാത്രം ആഗ്രഹിച്ചെടുത്ത ഇതാണല്ലോ ഇത്, അപ്പോൾ അതുകൊണ്ട് ഓർഡർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും പോവാം. അമ്മായിയും പാവം അമ്മയുടെ വള വരെ തന്നിട്ട് നമുക്ക് ഈ പൈസ ഉണ്ടാക്കി തന്നത്, നമ്മൾ ആ അതിനൊരു ഇത് വേണ്ടേ, വില വേണ്ടേ, നമുക്ക് എന്തായാലും അയാളെ നോക്കൊന്നും വേണ്ട, അയാളില്ല കാണാതെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിൽക്കാമെന്നൊക്കെ പറയാണ്. അത് നടക്കില്ല പ്രീതി, നമ്മൾ എത്ര കുളിച്ചൊരാൾ ശ്രുതി കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്താണ് അവരവിടെ പോണത്. ആ സമയത്ത് അശ്വിൻ അവരെ കാണത്തൊന്നുമില്ല. ഇവർ ഈ പലഹാരങ്ങളൊക്കെ ആരും അറിയാണ്ട്, അതുപോലെ തന്നെ അശ്വിൻ എന്തായാലും പലഹാരത്തിൻ്റെ അടുത്ത് വരത്തില്ലല്ലോ, കാരണം മധുരം ആയതുകൊണ്ട്. അതുകൊണ്ട് അവർ സുഖമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് പണി പറ്റണത്. നമ്മുടെ ശ്രുതിയും പ്രീതിയും അവിടെ നിന്ന് രണ്ട് വെവ്വേറെ സ്ഥലത്തേക്ക് ഒറ്റപ്പെട്ട് പോവുകയാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റുന്നുണ്ട്. അശ്വിൻ കയറി വരുന്നത് കാണുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ്. ഓടിപ്പോയിട്ട് എങ്ങനെയോ അശ്വിൻ്റെ റൂമിൽ തന്നെ പോയിട്ട് ഒളിച്ച് നിൽക്കുവാട്ടോ ശ്രുതി. അശ്വിൻ്റെ റൂമാണെന്ന് അറിയത്തൊന്നുമില്ല. അശ്വിനാണെങ്കിൽ ആ ഡ്രസ്സൊന്ന് മാറ്റാൻ വേണ്ടി കബോർഡ് തുറക്കുമ്പോഴാണ് ശ്രുതി അവിടെ ഒളിച്ച് നിൽക്കുന്നത് കാണുന്നത്. ശ്രുതിയെ കാണുന്നതും അശ്വിനാണ് സ്വപ്നമാണോ സത്യമാണോ മനസ്സിലാവാണ്ട് കുറച്ച് നേരം ഇങ്ങനെ തന്നെ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം എന്തോ എല്ലാ ദേഷ്യവും കൂടി, അതായത് ലാവണ്യ ചെയ്ത ആ ഒരു തെറ്റുണ്ടല്ലോ, വെള്ളം അടിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, ആ തെറ്റും കൂടി ആ ഓർത്തിട്ട് അശ്വിനാകെ ഭ്രാന്ത് പിടിച്ചിട്ട് ശ്രുതിനെ പിടിച്ച് വലിച്ച് കട്ടിലേക്ക് ഇടുകയാണ്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടിയിട്ട് അവിടെ അവർക്ക് റൊമാൻറ്റിക് ആവുന്നുണ്ട്. എന്നാൽ ഒരു ദേഷ്യമുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീഡിയോ കാണാൻ.